സതിയുടെ വിയോഗത്തിന് ശേഷം മഹാദേവൻ ലോകത്തോട് വിട പറഞ്ഞ് കൈലാസത്തിൻ്റെ ഏകാന്തതയിൽ കഠിനമായ സമാധിയിലാണ്ടു. പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റിത്തുടങ്ങി. സതിയുടെ പുനർജന്മമായ പാർവതി ഹിമവാന്റെ പുത്രിയായി വളർന്നു. കുട്ടിക്കാലം മുതലേ അവളുടെ ഉള്ളിൽ മഹാദേവനോടുള്ള അനുരാഗം വിടർന്ന് പന്തലിച്ചിരുന്നു. പക്ഷേ യോഗിയായ ശിവനെ എങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നതായിരുന്നു അവളുടെ മുന്നിലെ ചോദ്യം. പലരും അവളെ നിരുത്സാഹപ്പെടുത്തി. ശരീരം മുഴുവൻ ഭസ്മം പൂശിയ, പാമ്പുകളെ മാലയാക്കിയ ആ ശ്മശാനവാസിയെയാണോ നീ സ്വപ്നം കാണുന്നത് എന്ന് തോഴിമാർ പരിഹസിച്ചു. പക്ഷേ പാർവതി ഉറച്ചുനിന്നു. അവൾ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് തപസ്സിനായി കാട്ടിലേക്ക് പോയി. ആദ്യം അവൾ കായ്കനികൾ മാത്രം കഴിച്ച് തപസ് ചെയ്തു. പിന്നീട് വെള്ളം മാത്രം കുടിച്ചു. ഒടുവിൽ ഇലകൾ പോലും കഴിക്കുന്നത് നിർത്തി. അങ്ങനെയാണ് അവൾക്ക് അപർണ, അതായത് ഇലകൾ പോലും കഴിക്കാത്തവൾ എന്ന പേര് ലഭിച്ചത്. അവളുടെ തപസ്സിന് ചൂട് ലോകം മുഴുവൻ വ്യാപിച്ചു. ഒടുവിൽ മഹാദേവന്റെ ധ്യാനമിളകി. തന്നെ പ്രണയിക്കുന്ന ആ പെൺകുട്ടിയുടെ ഭക്തിയുടെ കരുത്ത് പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ശിവൻ ഒരു വൃദ്ധനായ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് പാർവതിയുടെ മുൻപിലെത്തി. അയാൾ അവളോട് ചോദിച്ചു, പെണ്ണെ, എന്തിനാണ് നീ ഈ യൗവനകാലത്ത് നിന്റെ ശരീരം ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ തപസ്? പാർവതി ശാന്തമായി പറഞ്ഞു, ലോകനാഥനായ മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ. ഇത് കേട്ട വൃദ്ധൻ ഉറക്കെ ചിരിച്ചു. ശിവനോ? ഗുണമില്ലാത്തവൻ, കുലമില്ലാത്തവൻ, രൂപമില്ലാത്തവൻ, തലയൊട്ടി മാലയായി ധരിച്ച് ശ്മശാനത്തിൽ നൃത്തം ചെയ്യുന്ന ആ ഭ്രാന്തനെയാണോ നീ കാക്ഷിക്കുന്നത്? വേണ്ട മകളെ, രൂപവാനായ മഹാവിഷ്ണുവിനെയോ ഇന്ദ്രനെയോ നിനക്ക് ഞാൻ കാണിച്ചു തരാം. വൃദ്ധന്റെ വാക്കുകൾ കേട്ട് പാർവതിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ടു ചുവന്നു. അവൾ ചെവികൾ പൊത്തിക്കൊണ്ട് പറഞ്ഞു, നിർത്തൂ. മഹാദേവനെക്കുറിച്ച് അനാവശ്യം പറയുന്നതും കേൾക്കുന്നതും പാപമാണ്. അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ ആദിയും അന്തവുമാണ്. ഗുണങ്ങൾക്കും അപ്പുറമുള്ളവനാണ്. എനിക്ക് അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയും വേണ്ട. ഈ ശരീരത്തിൽ പ്രാണനുള്ളിടത്തോളം കാലം എൻ്റെ മനസ്സ് ആ പാദത്തിൽ മാത്രമായിരിക്കും. പാർവതി അവിടുന്ന് നടന്നു നീങ്ങാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് ആ പ്രദേശം മുഴുവൻ ഒരു ദിവ്യപ്രഭയാൽ നിറഞ്ഞു. വൃദ്ധനായ ബ്രാഹ്മണൻ അപ്രത്യക്ഷനായി. ആ സ്ഥാനത്ത് ചന്ദ്രക്കല ചൂടിയ ഗംഗാധരനായ സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. മന്ദഹാസത്തോടെ അദ്ദേഹം പാർവതിയോട് പറഞ്ഞു, പാർവതി, നിന്റെ തപസ്സിനാൽ നീ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇന്നു മുതൽ നിന്റെ ആഗ്രഹങ്ങൾക്കൊത്തവനായി ഞാൻ മാറും. പാർവതിയുടെ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറഞ്ഞു. ആത്മീയമായ പ്രണയത്തിനു മുമ്പിൽ ലോകത്തെ ഏറ്റവും വലിയ യോഗി പോലും കീഴടങ്ങിയ നിമിഷമായിരുന്നു അത്. അധികം വൈകാതെ ഹിമവാന്റെ കൊട്ടാരത്തിൽ വച്ച് ദേവഗണങ്ങളെ സാക്ഷി നിർത്തി ശിവപാർവതി വിവാഹം ആർഭാടമായി നടന്നു.